ഇതേ ജാത്യത്തിന് ഇത്ര ബോറായതല്ലെന്ന് എന്തെന്നാ പറയുക. ഒന്നാമത് അയാൾക്കൊരു ഉടുപ്പില്ലപ്പ. വേണ്ടുന്ന പൈസ ഇല്ല, അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ഈ പാർട്ടി നോക്കാൻ അത് തീർന്നു. ആ സാധനത്തിനൊന്നും ഇനി ഒരു സ്പേസും ഇല്ല, അത് കംപ്ലീറ്റ് പോയി. പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ഈ റഹീമിനെ പോലത്തെ ആൾക്കാരാണ് രണ്ടാം നില ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് റഹീം ജയിക്കും ഇങ്ങനെയും വരുന്ന കുറെ പിന്നെ തല്ലിപ്പൊടികളുണ്ട്. പക്ഷേ അയാളിപ്പോ എന്താ പറഞ്ഞാൽ ഒരു ചാനൽ ചർച്ചയ്ക്ക് പോലും പലരെയും വിളിക്കുന്നില്ല ഇപ്പോ. കാരണം ഇയാളേക്കാൾ മോശമായ രീതിയിലാണല്ലോ ഇവര് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു തലമുറയെ മുഴുവൻ ഇയാൾ നശിപ്പിച്ചു, ഒരു പാർട്ടിയെ നശിപ്പിച്ചു. ഒപ്പം തന്നെ എന്താന്ന് പറഞ്ഞാൽ ആ മുന്നണിക്കകത്ത് വരുന്ന ഘടകകക്ഷികളെ മുഴുവൻ നശിപ്പിച്ചു. അതിനകത്ത് വളരെ കൃത്യമായ ഒരു ദിശാബോധം നിർണ്ണയിച്ച് കൊണ്ടുപോകുന്ന ഒരു സാധനമായിരുന്നു നേരത്തെ CPI എന്ന് പറഞ്ഞൊരു പാർട്ടി. അവരെന്തായി എന്ന് പറഞ്ഞാൽ അവരെ മുച്ചൂട് നശിപ്പിച്ചു. ശരിയായ ദുരന്തമാണ് വാസ്തവത്തിൽ ഇയാൾ കേരളത്തിൽ ഉണ്ടാക്കിയത്. എനക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമസ്കാരം. പിണറായി വിജയൻ വിദേശത്തേക്ക് മുങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അദ്ദേഹം കുടുംബ സമേതമാണ് വിദേശത്തേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേശനും ഇന്തോനേഷ്യയിലേക്ക് പോയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വലിയ ദുരൂഹതകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഷാജി പാണ്ഡ്യാല ആ ദുരൂഹത എന്താണെന്ന് വ്യക്തമാക്കുകയാണ്. അദ്ദേഹം പോയിരിക്കുന്നത് RP റൈസ് പുള്ളർ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെന്നും 1 ലക്ഷം കോടി രൂപയോ വില കിട്ടുന്ന ഈ ബിസിനസ് വഴി അദ്ദേഹത്തിന് കോടികൾ സമ്പാദിക്കാനാണ് പോയിരിക്കുന്നതെന്നും എന്നുള്ള സൂചനകളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ മറന്നു, പാർട്ടിയെ മറന്നു, പണമുണ്ടാക്കാനുള്ള ആർത്തി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാ നിയമങ്ങളും ലംഘിച്ച് എല്ലാ ജനങ്ങളെയും മറന്ന്, ഭരണത്തെയും മറന്ന്, ഭരണസ്ഥാപനങ്ങളെയും മറന്ന്, പാർട്ടി തകർന്നാലും വേണ്ടില്ല, ഇനി തനിക്ക് സുഖമായി ജീവിക്കണം എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ പരിപാടി. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും റൈസ് പുള്ളർ ബിസിനസ്സാണ് പിന്നിലെന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നു. അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇതേ ജാത്യത്തിന് ഇത്ര ബോറായതല്ലെന്ന് എന്തെന്നാ പറയുക. ഒന്നാമത് അയാൾക്കൊരു ഉടുപ്പില്ലപ്പ. പറയുന്ന നമ്മളെന്താ പറഞ്ഞാൽ നമ്മളെ വെറുതെ ആളുകൾ പറയാ ഒരേ എന്തെന്നാ അയാളോട് പറയാന്നേ. എനിക്ക് ഞാൻ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പിന്നെ വലിയൊന്ന് കച്ചവടത്തിന് പോയതാണോ? ഗണേശനും പോയിട്ടുണ്ട് ഇന്തോനേഷ്യയിലേക്ക്. ഞാനതിൻ്റെ അകത്ത് അത് ചോദിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാല് ഈ നേരത്തെ വന്നിട്ടൊരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതിന്റെ ഒരു ഇടപാട് ഇയാൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കിട്ടുന്നു കേട്ടാ. എത്രമാത്രം ശരിയാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല. നാഗമാണിക്യം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. അത് ഞാൻ അതിന്റെ ഒരു തർക്കമില്ലാത്ത അപ്രൈസറാണ് ഞാൻ ആ സാധനത്തിന്റെ. അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇതില്ലേ പിന്നെ എന്താ പറയാ നക്ഷത്രങ്ങള് പിന്നെ പൊട്ടിത്തെറിച്ചിട്ട് വരുന്ന സാധനം ഉണ്ടല്ലോ. ഈ പൊട്ടിത്തെറിച്ചിട്ട് വരുന്ന അതിന്റെ ഒരു പീസാണ് ഈ പറയുന്ന പല ലക്ഷം കോടി കഷ്ടങ്ങൾക്ക് ഒരു കഷ്ടമാണ് ഈ പറയുന്ന നാഗമാണിക്യം എന്ന് പറയുന്ന സാധനം. എരഡിയം കണ്ടന്റാണ് അതിനകത്ത് ഉണ്ടാകുക. അത് ഈ പറഞ്ഞ പോലെ പിന്നെ ആണവ സംഭവത്തിനും മറ്റ് മേഖലകൾക്കും ഉപയോഗിക്കുന്ന അതിന് മരുന്ന് പിന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിനകത്ത്. അതിന് ഇപ്പൊ ഈ പറയുന്ന നാസയോ മറ്റാണ് അവർ വാങ്ങിക്കുന്നത്. ശരിക്കും നമ്മുടെ അമേരിക്കയുടെ അവരത് വാങ്ങിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടപാടാണോ എന്നാലും പറയുന്നത്. നാഗമാണിക്കം വേണ്ടി അങ്ങനെ പാമ്പിന്റെ കരയിൽ അങ്ങനെ ഒരു ഒട്ടിയില്ല, അങ്ങനെ വെക്കാനൊന്നും കഴിയില്ല പാമ്പിനൊന്നും. ഇത് ഭയങ്കര ഹൈലി വെനമസ് പോയിസൺ ആയ സാധനം ഈ സാധനം. ഈ നാഗമാണിക്കുന്നതല്ല ഈ പറയുന്ന സാധനം ഗരടിയം. നമ്മളിപ്പോ ഗ്ലാസിനകത്തേക്ക് ആ സാധനം നമ്മൾ വിട്ട് കഴിഞ്ഞാല് പിന്നെ ഒരുപക്ഷെ നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലായിരിക്കും ആ ഗ്ലാസിനകത്ത് ഈ സാധനം താഴോട്ടേക്ക് ഓടുക വീഴും. അപ്പൊ വീടുന്ന സമയത്ത് എന്താ പറഞ്ഞാല് അത് ഒറിജിനൽ സാധനമാണ് എങ്കിൽ അതിനകത്ത് ഇഷ്ടംപോലെ ബബിൾസ് വരും. നമ്മള് ഈ സോഡ ഒഴിച്ചു കഴിഞ്ഞാൽ വരുന്ന സാധനമില്ല, അത് ഇത് പോയിരിക്കുന്ന വഴിയിലൂടെ മാത്രമേ ഉണ്ടാവൂ, വേറെ ഒരു സ്ഥലത്തും അത് ഉണ്ടാവില്ല. അപ്പോൾ ഒഴിച്ചിങ്ങനെ വന്ന് അതായത് ഇതിങ്ങനെ കറങ്ങിയിട്ട് അത് കൃത്യമായി കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ സാധനം വന്ന് നിൽക്കുക. അതായത് സൂര്യനെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന പൊസിഷനിലാണ് ഈ സാധനം നിൽക്കുകയും ചെയ്യുക. ഇതാണ് ഇതിന്റെ വളരെ പ്രാഥമികമായിരിക്കുന്ന ഒരു പ്രാഥമിക നില. ഇതാണ് ഇതിന്റെ സയന്റിഫിക് ആയിരിക്കുന്ന ഏക ടെസ്റ്റ് സാധനമാണ്. വേറെ ഒരു വലിയ ടെസ്റ്റ് ഇല്ല. അപ്പൊ ഇത് പിന്നെ ഇങ്ങനെയുള്ള കച്ചവടത്തിനാണോ പോയിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായ സംശയമുണ്ട്. പിന്നെ കാരണം ഇയാളുടെ ചില ബന്ധങ്ങൾക്കകത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പിന്നെ ഭയങ്കര അന്ധവിശ്വാസമുള്ള സാധനം ചെയ്തല്ലോ. അപ്പൊ അത് പറയാനും കൊള്ളൂലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇടപാടിന്റെ സംഭവത്തിനായിട്ടാണോ പോയത് ഇയാള്? എന്നിട്ട് ഇത് പിന്നെ അവസാനം ഇയാൾ വരുന്നത് ഗൾഫിലേക്കല്ലേ ഇയാൾ വരുന്നത്. അപ്പൊ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കച്ചവടം അങ്ങനെ കച്ചവടം നടത്തിയിട്ടെന്താന്ന് ഞാൻ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നിട്ട് അടയെടുക്കുന്ന കൊണ്ട് ഡംപ് ചെയ്ത് ആരും അറിയാൻ പോകുന്നില്ലല്ലോ.
പുറത്തുള്ള ഏതെങ്കിലും പിന്നെ കക്ഷികളായിരിക്കാം ഇതിൻ്റെ അകത്തെ പിന്നെ ബയർ സെല്ലർ എന്നെല്ലാം പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ഈ സാധനം കൃത്യമായിട്ട് അത് വാങ്ങിക്കാനുള്ള പെർമിഷനും കൊടുത്തതാണ്. ആദ്യത്തെ വാജ്പേയി ഗവൺമെന്റുള്ള സമയത്ത് ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് വിട്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ RP എന്ന് പറയുന്ന റൈസ് പുളർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അതും ഇതിന്റെ വേറൊരു ഗണത്തിൽ പെടുന്ന സാധനമാണ്. അതിനെക്കുറിച്ച് ഏറ്റവും ഗൗരവമായിട്ട് പിന്നെ പഠിക്കുകയും പിന്നെ അത് ഇന്ത്യയിലുള്ള സാധനം മൊത്തമായി പിടിച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം കടം തീർക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ആളാണ് ഈ നമ്മളെ മരിച്ചുപോയിരിക്കുന്ന പ്രസിഡന്റ് ഇല്ലേ, അബ്ദുൽ കലാം. കാരണം അയാൾ ഇതിന്റെ വളരെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ അയാൾ ഇതിന്റെ. അപ്പൊ അത് അയാൾക്ക് ഒരു സ്പോട്ട് ഔട്ട് ചെയ്തിട്ട് ഇന്ന സ്ഥലത്തൊക്കെ അത് ഉണ്ട് എന്ന് ഒരു കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ടോ സാധനം. അങ്ങനെ വരുന്ന എന്തെങ്കിലും സംഭവമാണോ? കാരണം ഇതിന്റെ ഒരു സംഭവം പറയാനുള്ള കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ അഞ്ചർകണ്ടി മെഡിക്കൽ കോളേജില്ലേ, ഈ അഞ്ചർകണ്ടി മെഡിക്കൽ കോളേജ് അഞ്ചർകണ്ടി നദിയുടെ തീരത്താണുള്ളത് എടുത്തത്. അപ്പൊ ആടെ നേരത്തെ എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ തെംസ് നദിക്ക് സമാനമായി പിന്നെ പണിതിട്ടുള്ള ഗ്ലാസ് കൊണ്ട് പണിതിട്ടുള്ള പിന്നെ മരം കൊണ്ട് പണിതിട്ട വലിയൊരു പിന്നെ ഇത് ഉണ്ടായിരുന്നു അവിടെ, ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സംവിധാനമുണ്ട്, കൊട്ടാരം. അത് പൊളിച്ചത് കാന്തര ഊക്കർ മുസലിയാറാണ് ആ സാധനം പൊളിച്ചത്. അപ്പൊ അതിന്റെ അകത്ത് ഈ പറയുന്ന അതായത് ശരിക്കും ഫോം ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇതില്ലേ എന്താ പറയാ അസംസ്കൃതമായ പിന്നെ ഇതുണ്ടല്ലോ, പിന്നെ പിത്തള ഇങ്ങനെ വരുന്ന പിന്നെ ഓട് ഇങ്ങനെ വരുന്ന സാധനം ഉണ്ടല്ലോ, അതിനകത്തെ ഈ സാധനം യഥാർത്ഥത്തിൽ ഇടിമിന്നൽ അബ്സോർബ് ചെയ്യുള്ളൂ. ഈ കോപ്പർ ആണ്, പഴയ കോപ്പർ അല്ലാതെ പിച്ചളയിലൊന്നും വരില്ല, കോപ്പർ. അതെ, അതിനകത്താണ് ഈ സാധനം ഉണ്ടാകുന്നത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ എടുത്തത് നമ്മുടെ കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലം വീടിയാണ് നമ്മളെ അഞ്ചർകണ്ടി. പിന്നെ ഈ പറയുന്ന പിന്നെ തേയിലയല്ല മറ്റേ സാധനമില്ല, അതല്ലോ ഏറ്റവും വലിയ കറുപ്പത്തോട്ടം, ഏഷ്യയിലെ ഏറ്റവും വലിയ കറുപ്പത്തോട്ടം ഉണ്ടായി. അതിന്റെ ബംഗ്ലാവിന്റെ അകത്തുനിന്ന് ഈ സാധനം കിട്ടിയെന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ അതിന്റെ ഒരു വലിയ പൈസയാണ് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ആ കാന്തപുരം ഊക്കർ മുസലിയാർക്ക്. അതിന്റെ വലിയൊരു പൈസയാണ് ശരിക്കും ഇയാൾ നോളജ് സിറ്റി എന്ന് പറയുന്ന സംഭവം ഉള്ളത് കണ്ണൂർ അല്ല കോഴിക്കോട് എടുത്ത്. അതിന് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സംഭവം വ്യാപാരം നടത്തിയതിന്റെ തുകയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞു കേട്ട സംഭവങ്ങളാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഗണേശൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തൊരു ഇത്തരത്തിലൊരു സംഭവം തോന്നാനുള്ള കാരണം ഗണേശൻ ഭയങ്കര ഒരു ബ്ലൈൻഡായ വിശ്വാസിയും കൂടിയാണല്ലോ, കാവട്ടിയുള്ള വിശ്വാസിയാണല്ലോ. അപ്പൊ അത് മാത്രമല്ല ഈ പിന്നെ പിണറായി വിജയനാണല്ലോ ഇപ്പൊ അയാളെ പിന്നെ സംരക്ഷിച്ച് നിർത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഇതിൽ നാളെ വലിയ ഭാര്യയായിട്ട് വരുമോ? ഒന്നും പറയാൻ കഴിയില്ല ശരിക്കും സാധനം ഇപ്പോ. മറ്റല്ലാതെ ഇപ്പൊ എന്തൊരാവശ്യത്തിനാണ് ഇയാൾ പോയത് ശരിക്കും? നമ്മുടെ മുമ്പിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതി വേണ്ടേ? 8 രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നു എന്നാണ് കേട്ടത്. അതെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ ശരിക്കും തോന്നുന്നു. സിംഗപ്പൂരിലും പോകുന്നുണ്ട് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ്. ഇങ്ങളെ ഒരു വളരെ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്തൊരു സംഭവമല്ലേ അത്. അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുന്നേരം അതിനകത്തിൽ അങ്ങനെ വരുന്ന എന്തെല്ലോ അപകടങ്ങൾ ഇതിന്റെ പുറകിലുണ്ടോ ഒന്നും അറിഞ്ഞൂടാ സംഭവം ഇത്. മറ്റല്ലാതെ നിങ്ങളിപ്പോ പിന്നെ കഴിഞ്ഞ ഏതോ ഒരു ദിവസം പത്രത്തിന്റെ അകത്തൊരു ചെറിയൊരു വാർത്ത കണ്ടു. 17 കോടി ഉറുപ്പിയാണ്, ഏതാണ്ട് 16 കോടി പിന്നെ 18 ലക്ഷം ഉറുപ്പിയോ പിന്നെ 28 ലക്ഷം ഉറുപ്പിയൊക്കെ മറ്റാണ് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കകത്ത് പരസ്യം ചെയ്യുന്നതിന്, കേരളത്തിന്റെ ടൂറിസം പരസ്യം ചെയ്യുന്നതിനായി ചെലവഴിക്കുന്ന തുക അത് ഒപ്പിട്ടിട്ടാണ് ഇവൻ പിന്നെ ബാലിയിലേക്ക് പിന്നെ ഇന്തോനേഷ്യയിലേക്ക് പോയത് എന്നാണ് പിന്നെ ഒരു പത്രം എഴുതിയത്. അപ്പൊ അത്രയും സാധനത്തിന് പിന്നെ പൈസ റിട്ടേൺ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് വരണ്ടേ, നമ്മുടെ എന്താ പറയാ ഈ ടൂറിസം മേഖലയിലേക്ക് അത്രയും ആളുകൾ കടന്നു വരണ്ടേ. അത് കടന്നു വരാനുള്ള സ്പേസ് ഒന്നും ഇപ്പം നിലവിലില്ല. പ്രത്യേകിച്ചും ഇത്രയേറെ പിന്നെ അന്തരീക്ഷത്തിൽ ചൂട് കൂടിയിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത ചൂടല്ലേ ഇപ്പൊ കേരളത്തിലുള്ളത്. അപ്പൊ ഇത് ശരിക്കും ഉണ്ടായിട്ടുള്ളത് കാലാവസ്ഥ പിന്നെ വ്യതിയാനത്തിന് സമാനമായ അവസ്ഥ ഇത്രയും രൂക്ഷമാകാനുള്ള കാരണം ഭൂമിയിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന മിക്കവാറും കുന്നുകൾ മുഴുവൻ തന്നെ ഇടിച്ചു നിരത്തി എന്നുള്ളതാണ്. അപ്പൊ ഈ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു, മരങ്ങൾ പോകുന്നു, പിന്നെ അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങൾ കംപ്ലീറ്റ് ഇല്ലാതാവുന്നു. അപ്പൊ ഇതെല്ലാം വരുമ്പോഴെന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ ചൂട് അനുഭവപ്പെടുന്ന ഒരു ജില്ലയായി കണ്ണൂർ കാസർഗോഡ് ജില്ല മാറി. ഇതിപ്പോ എപ്പോഴെങ്കിലും പിന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ കീഴാറ്റൂർ വഴിയുള്ള പിന്നെ യാത്രയുണ്ടല്ലോ, അതായത് നിറയെ തണ്ണീർ തടവും പിന്നെ പാടങ്ങളും ഇല്ലേ അത്. അതിനടുത്തൂട്ടിയാണ് ഈ പറയുന്ന വലിയ ഹൈവേ ഉണ്ടാക്കിയത് ഇവര്. അതിന്റെ ഭാഗമായിട്ട് ആ മയ്യിൽ ഭാഗത്ത് വരുന്ന മിക്കവാറും കുന്നുകൾ മുഴുവൻ ഇടിച്ചു നിരത്തി. വിഘ്നേശ്വര കൺസ്ട്രക്ഷൻ നാട്ടെ പറഞ്ഞിരിക്കുന്ന ഏതോ കമ്പനി ഒറ്റാന്തോണ്ട് ഇത് മുഴുവൻ ഇടിച്ചു നിരത്തിയത്. അപ്പൊ
അപ്പൊ ആ മണ്ണ് മുഴുവൻ കൊണ്ടുപോയിട്ട് ദേശീയപാതയുടെ മറ്റ് സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുപോവുകയും ചെയ്ത്. അന്വേഷിച്ച് നോക്കിയപ്പോൾ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ അവർക്ക് മണ്ണെടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് എന്നാണ്. അപ്പൊ മണ്ണെടുക്കാനുള്ള പെർമിഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഓക്കെ, അതെടുക്കട്ടെ. പക്ഷെ എത്ര വോളിയം ഓഫ് പിന്നെ സോയിൽ എടുക്കാവുന്നൊരു കണക്കുണ്ട്. അതിന് പകരം മണ്ണെടുക്കാനുള്ള പെർമിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രദേശം മുഴുവൻ തന്നെ ഒളിപ്പിക്കില്ലേ ചെയ്യുന്ന ഇവര്. അപ്പൊ ഇങ്ങനെയെല്ലാം വരുന്നേരം അത് എങ്ങനെയാണ് എന്തിനാണ് വാസ്തവത്തിൽ ഈ പറയുന്ന പിന്നെ കേരളത്തിലേക്ക് ഒരു പിന്നെ വിദേശി വരേണ്ടത്? എന്ത് കാണാനാണ് അയാൾ ഇവിടെ വരേണ്ടത്? ഇനി 3-6 ദിവസം ഏതാണ്ട് അത് കംപ്ലീറ്റ് ഇടിച്ചു നിരത്തി അതിന്റെ ആഫീസ് കൂട്ടിച്ചു. അവിടെ ഇപ്പൊ ഏതാണ്ട് പിന്നെ എന്താ പറയാല് പിന്നെ ഫാന് പിന്നെ ഉപയോഗിക്കേണ്ടുന്ന ഒരു അവസ്ഥയായിട്ട് അവിടത്തേക്ക് ഉഷ്ണം വന്നു. അതിനേക്കാൾ മാരകമായ രീതിയിലാണ് വയനാട്ടിലേക്ക് വന്നത്. അപ്പൊ കേരളത്തിന്റെ തജ്ജന്യമായ പിന്നെ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ പിന്നെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ വരുന്നൊരു ചിത്രം ഉണ്ടായി എന്ന് പറയുമ്പോ അത് മുഴുവൻ തന്നെ നമ്മുടെ വികസനമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ വേറൊരു ഭാഗത്ത് വരിക. ഇപ്പൊ ഇത് നമ്മുടെ ഈ പിണറായി പാണ്ഡ്യാല മുക്കിൽ വരുന്നൊരു 15-16 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോഴേ കല്ലാളം സീരാട്ടന്റെ പിന്നെ പേരിൽ ഇത്രയും കാര്യം ഉണ്ടായിരുന്നു. ആടെയാണ് ഇയാളെ ഒടുക്കത്തിന്റെ മറ്റേ എന്താ പാടെ വരുന്നത് തന്നെ പിന്നെ IAS അക്കാഡമിയില് IAS അക്കാഡമിയുടെ ഒരു പോർഷൻ, അതായത് അവിടെ പഠിപ്പിക്കുന്നതല്ല, താമസിക്കുന്ന കുട്ടികളുടെ ഹോസ്റ്റൽ സംവിധാനം, അതായത് കുട്ടികളുടെ വേസ്റ്റ് മുഴുവൻ തള്ളുന്നതിനുള്ള പിന്നെ കെട്ടിടമാണ് ഈടിയെടുത്തിടാൻ പോകുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വെക്കാൻ പോകുന്ന സാധനം എന്താന്ന് പറഞ്ഞാല് പിന്നെ ഫയർ സ്റ്റേഷൻ, പിന്നെ വരുന്നു എന്ന് പറയുന്നത് ഒരു പിന്നെ പോലീസ് സ്റ്റേഷൻ. ഈ പറയുന്ന റൈസ് പുള്ളറിന് 1 ലക്ഷം കോടി രൂപയൊക്കെ വില കിട്ടുമെന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ പണം തേടിയിട്ടാണോ അയാൾ പോയത്? അപ്പൊ എനിക്ക് ഭയങ്കരമായ സംശയമുണ്ട് കേട്ടോ അതിനകത്ത്. മാരകം എനിക്ക് വളരെ കൃത്യമായി ഞാൻ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഒന്ന് ഇതൊരു നമുക്ക് ഒരിക്കൽ പോലും ഇത് കംപ്ലീറ്റ് ഫോറിൻ മണിയല്ലേ. അതെ അതെ അതെ, ന്യൂക്ലിയർ പവർ അടങ്ങിയ സാധനങ്ങളാണ് വിദേശത്താണ് അതിന്റെ വിൽപ്പനയൊക്കെ നടക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് അതിന് അംഗീകാരമില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ നടക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റ് അതിന് G8 രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, അങ്ങനെ വരുന്ന എന്തോ ഒരു ഇടപാടിനാണ് പോയത് എന്നാണ് എനിക്ക് ബലമായ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പിന്നെ മാത്രമല്ല അത് പിന്നെ സ്വകാര്യ സന്ദർശനമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ ഇടപാട് പിന്നെ നടത്തുന്നതിന് മുമ്പ് പോകുമ്പോൾ അതിന്റെ പിന്നെ എടുക്കുന്ന കമ്പനിക്കാരുടേതായിരിക്കുന്ന സ്പോൺസറിങ് ഉണ്ടാവും അതിന്. അപ്പൊ അതായിരിക്കാം ചിലപ്പോൾ ഇത് അത് ഡിസ്ക്ലോസ് ചെയ്യാത്തത്. അപ്പൊ ഇതെല്ലാം സംഭവം എന്താ പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിനെ മുഴുവൻ തന്നെ അയാൾ വളരെ കൃത്യമായി കൊള്ളയടിച്ച് നശിപ്പിച്ചു. ഇനി ഇവിടുന്ന് ലൂട്ട് ചെയ്യാൻ ഒന്നും ബാക്കിയില്ല അയാൾക്ക്. പക്ഷെ എന്തിനാണ് എന്താ ഇത്രയേറെ കോടിയുടെ ഒരു മനുഷ്യനിത് പണത്തോടെ ആർത്തി പിടിച്ചാൽ പിന്നെ കിട്ടുന്നതെല്ലാം വാരി തിന്നാന്നല്ലേ? അല്ല ഇത് എന്തിന് ഇത് അവസാനം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് പിന്നെ വട്ടാവൂലേ ശരിക്കും? ഇത്രയും കൂടുതൽ പണമെല്ലാം വന്നിട്ട് ആ വട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാലപ്പാ എന്താ ഇതല്ലെന്നേ, വളരെ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഇയാൾ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട്. ഇതിന്റെ ഒരു അവസ്ഥ നോക്കിയാൽ പാർട്ടിക്കാരായിരിക്കുന്ന ആളുകളെ മുഴുവൻ CPM-കാരായിരിക്കുന്ന പോലെ ഞാനിപ്പോൾ പലരോടും പിന്നെ അല്ലാതെ പേഴ്സണലായി സംസാരിക്കുന്ന എല്ലാവരെല്ലാം ഇവരെല്ലാം നിസ്സംഗരാണ് ശരിക്കും. എല്ലാവരും നിസ്സംഗരാണ്. ഈ പാർട്ടി തകർന്നാലും വേണ്ടില്ല, മൂപ്പർക്ക് അവിടെ സുഖമായി ജീവിക്കണം, പണം അതാണ്. അത് ഇതല്ല അതിന് വേണ്ടുന്ന പൈസ അല്ല അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ഈ പാർട്ടി നോക്കാൻ അത് തീർന്നു. ആ സാധനത്തിനൊന്നും ഇനി ഒരു സ്പേസും ഇല്ല. അത് കംപ്ലീറ്റ് പോയി. പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ഈ റഹീമിനെ പോലത്തെ ആൾക്കാരാണ് 2ാം നില ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് റഹീം ജയിക്ക് ഇങ്ങനെയും വരുന്ന കുറെ പിന്നെ തല്ലിപ്പൊളികളുണ്ടല്ലോ, അലപരാധികള്. ഇവരൊന്നും ഒറ്റയാളിപ്പോ എന്താ പറഞ്ഞാൽ ഒരു ചാനൽ ചർച്ചയ്ക്ക് പോലും പലരെയും വിളിക്കുന്നില്ല ഇപ്പോ. കാരണം ഇയാളേക്കാൾ മോശമായ രീതിയിലാണല്ലോ ഇവര് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു തലമുറയെ മുഴുവൻ ഇയാൾ നശിപ്പിച്ചു, ഒരു പാർട്ടിയെ നശിപ്പിച്ചു. ഒപ്പം തന്നെ എന്താന്ന് പറഞ്ഞാൽ മുന്നണിക്കകത്ത് വരുന്ന ഘടകകക്ഷികളെ മുഴുവൻ നശിപ്പിച്ചു. അതിനകത്ത് വളരെ കൃത്യമായ ഒരു ദിശാബോധം നിർണ്ണയിച്ച് കൊണ്ടുപോകുന്ന ഒരു സാധനമായിരുന്നു നേരത്തെ CPI എന്ന് പറഞ്ഞൊരു പാർട്ടി. അവരെന്തായി എന്ന് പറഞ്ഞാൽ അവരെ മുച്ചൂട് നശിപ്പിച്ചു. അപ്പൊ ശരിക്ക് അയാൾ വാസ്തവത്തിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ സർവനാശം വിതക്കുന്ന ഒരാളെന്നല്ലാതെ വേറെ എന്താണ് ഇയാളെ കുറിച്ച് പറയുക ശരിക്ക്? എന്നിട്ട് അത് ശരിയാണ് എന്ന് പറയാൻ കുറെ ആളുകൾ ഇങ്ങനെ ഉണ്ടാവുക. ഗോവിന്ദനെ പോലത്തെ പൊട്ടക്കാളികൾ, ഈ പിന്നെ EP ജയരാജനെ പോലത്തെ പടുകുട്ടികൾ വേറൊരു ഭാഗത്ത് വരിക. അല്ല ഇത് ശരിക്കും എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു എന്തോ പിന്നെ വളരെ പിന്നെ ശരിയായ ദുരന്തമാണ് വാസ്തവത്തിൽ ഇയാൾ കേരളത്തിൽ ഉണ്ടാക്കിയത്. എനക്കങ്ങനെയാണേ തോന്നിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ.